ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ശ്രുതി രണ്ട് പേർക്ക്, അതായത് സച്ചിക്കും രേവതിക്കും ചായയും കൊണ്ടൊക്കെ വന്നിരിക്കണം. സച്ചി രേവതി അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ, ചായയും കൊണ്ട് വന്നിട്ട്. അപ്പോൾ പറയും, എന്തപ്പോൾ ഈ കാണുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചി കളിയാക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ ചായ എടുക്കുക, എനിക്ക് അടുക്കളയിൽ പോകണം, പണിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചായ എടുക്കാം, ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. അല്ല അത് വേണ്ട, എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ചായ രണ്ടുപേരും കൂടെ എടുക്കുകയാണ് കേട്ടോ. നമ്മളെ രേവതി താടിക്ക് കൈ കൊടുത്തിങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് തിരിച്ച് പോണ സമയത്തേ നിൽക്ക് എന്നിട്ട് സച്ചി വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി തിരിഞ്ഞ് നിൽക്കുന്നുണ്ടേ. എന്താ കണ്ടതെന്ന് നോക്കിയാൽ പറയുന്നു, എന്താ അപ്പോൾ അമ്മ കണ്ടില്ലേ, നിന്നെ വലിയ പുകഴ്ത്തലായിരുന്നല്ലോ അമ്മയ്ക്ക്, മലേഷ്യയിലെ മരുമകളെന്നും പറഞ്ഞിട്ട് മലേഷ്യയിൽ പണത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന അമ്മയ്ക്ക് വെറും നിരാശയായി. ഇപ്പോൾ അമ്മ നിൽക്കേണ്ടടുത്ത് ഇപ്പോൾ നീയാ നിൽക്കേണ്ടത്, നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടല്ലേ. അമ്മ മെല്ലെ എസ്കേപ്പ് ആവും ചെയ്തു. അപ്പോൾ അതിനോടുള്ള സ്നേഹം എത്രയ്ക്കുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല അവിടെ. അങ്ങനെ ശ്രുതി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നീലിമ പ്ലാൻ ചെയ്യുന്നതാണ്. ശ്രുതി പുറത്തിറങ്ങുമ്പോൾ ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടകളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയും തട്ടിക്കൊണ്ട് വരാം, എന്നിട്ട് ഇവിടെ ഒളിവിൽ താമസിക്കാം, അങ്ങനെ ആൾ താമസമില്ലാത്ത അധികം ഇതില്ലാത്ത സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാം, അവരുടെ അടുത്ത് പൈസ 50 ലക്ഷം തിരിച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികളാണ്. അപ്പം പക്ഷേ ഇന്ന് പറ്റില്ല എന്ന് പറയും അതിലത്തൊരാൾ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറ്റില്ല പറയും, ഇന്ന് പറ്റില്ലേ എന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കെന്ത് ബുദ്ധിയില്ലേ, ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ടാൽ ഇന്ന് ചെയ്യുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, എന്താ നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ തീരയ്ക്കും. അതിലത്തൊരുത്തം പിറുപിറുക്കുന്നതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ല PSC ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായി വല്ല ജോലിയും നോക്കില്ലേ, നിങ്ങളെന്താ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇന്ന് മാഡം ഇലക്ട്രോണിക്സിൻ്റെ കച്ചവടക്കാരുടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ട്, അതിൻ്റെ കടകളൊന്നുമില്ല, ഇലക്ട്രോണിക്സ് കടകളൊക്കെ പൂട്ടിയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അത് ശരി, എന്നാലും അവൻ്റെ സ്വഭാവം വെച്ച് അവൻ പുറത്തിറങ്ങും, കാരണം അവനൊരു ദിവസം മുഴുവനായിട്ട് അവൻ്റെ വീട്ടിലിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൻ പുറത്തിറങ്ങുമെന്ന് പറയും. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നെ വിളിക്കൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവളെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്. അവരുടെ അടുത്ത് തിരിച്ച് 50 ലക്ഷം കിട്ടില്ലെങ്കിൽ അവന് തട്ടിക്കളയണം എന്നുള്ളതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഗുണ്ടകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ ഒരുത്തനോട് പറയാണ്, നീ ശ്രുതിയുടെ വീടിൻ്റെ അവിടെ എപ്പോഴും ഉണ്ടാവണം, ശ്രുതി പുറത്തിറങ്ങുന്നത് നോക്കിയിട്ട്